15 മിനിറ്റ് കൊണ്ട് 202 പേരുടെ ശബ്ദം അനുകരിച്ച കലാഭവൻ സതീഷ് എന്ന കലാകാരനെ മലയാളികൾക്കറിയാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സതീഷ് ഇന്ന് സ്ഥാനാർത്ഥിയാണ്. മിമിക്രി കലാകാരനായ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വിശേഷങ്ങൾ അറിയാം ഇനി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പൃഥ്വിരാജ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരന്റെ കടമയാണ്. ഒപ്പം ഈ കൊറോണ എന്ന മഹാമാരിയെ നമ്മൾ പ്രതിരോധിച്ചു മതിയാകൂ. ആരോഗ്യ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം. നമസ്കാരം, ഞാൻ കലാഭവൻ സതീഷ്. ഇപ്പോൾ ചെയ്ത വോയിസ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ പാണഞ്ചേരി പഞ്ചായത്തിൽ തൃശ്ശൂർ ജില്ലയിൽ 11-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണം. താമര ചിഹ്നത്തിൽ വലിയ വോട്ടുകൾ ചെയ്ത് എന്നെ സഹായിക്കും. നമുക്കൊരു സ്ഥലം വരെ പോവാം. കൊറോണ കാലമാണ്, ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലവും. എങ്ങനെയൊക്കെ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് സ്ഥാനാർത്ഥികൾ. എന്നാൽ അത്രയും ആശങ്കയില്ല കലാഭവൻ സതീഷ് എന്ന സ്ഥാനാർത്ഥിക്ക്. കാരണം സ്വന്തം ശബ്ദത്തിനപ്പുറം 200ഓളം ശബ്ദത്തിൽ വോട്ടഭ്യർത്ഥിക്കാനുമാകും അദ്ദേഹത്തിന്. അദ്ദേഹം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. സതീഷ് ഏട്ടാ, എങ്ങനെ പോകുന്നു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ? നമസ്കാരം, നന്നായി തന്നെ പോണു. വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ, പോസിറ്റീവാണ്. എവിടെയാണ് മത്സരിക്കുന്ന ആ കാര്യങ്ങൾ കൂടി? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ 11-ാം വാർഡ് ആൽപ്പാറ എടപ്പലം ഭാഗം മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? നമുക്കറിയാം കലാകാരൻ എന്നുള്ള രീതിയിൽ ചേട്ടനെ ഓൾറെഡി തന്നെ ആളുകൾക്കെല്ലാം അറിയാം. പുതുതായിട്ട് ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അതെങ്ങനെ ഗുണം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആൾക്കാരോട് പ്രത്യേകിച്ച് ഇന്ന ആളാണെന്ന് പറയേണ്ട ആവശ്യം തന്നെയില്ല. പിന്നെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്, ഇവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ. അവർക്ക് തന്നെ ഈ കലാകാരനിലുപരി എന്നെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതും പിന്നെ ഈ കലാകാരൻ എന്നുള്ളൊരു സ്നേഹവും അതിനൊപ്പം തന്നെ ഒരു ബോണസായിട്ട് കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് TV-യിലൊക്കെ വന്നതുകൊണ്ടായിരിക്കും കുട്ടികളൊക്കെ സെൽഫി എടുക്കാനൊക്കെ വന്ന സെലിബ്രിറ്റി ആയ ചെറിയ അങ്ങനെയാണെന്നാണ് പറയണേ. ഒപ്പം തന്നെ നിരവധി ആളുകളുമായിട്ടാണ് ഒരു ദിവസം ഇടപഴകേണ്ടി വരുന്നത്, സംസാരിക്കേണ്ടി വരുന്നത്. പൊന്നുപോലെ നോക്കുന്ന ശബ്ദമാണെന്ന് അറിയാം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇതിനകം? എങ്ങനെയാ പരിപാലിക്കുന്നത്? ഒരു കുഴപ്പമില്ല, അങ്ങനെ പ്രത്യേകിച്ച് പരിപാലനവും ഇല്ല. തൊണ്ട മാറാല കെട്ടി നിൽക്കുമായിരുന്നു കൊറോണ കാരണം. അപ്പോൾ ഇപ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയും സംസാരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ടായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഈ കൊറോണയുടെ സ്ട്രെസ്സിൽ നിന്നൊക്കെ? തീർച്ചയായിട്ടും എന്നെ പോലുള്ളൊരു കലാകാരൻ അതൊക്കെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയമാണ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സിനിമാ നടന്മാരെ ചെയ്യണില്ല, ഞാൻ 2 രാഷ്ട്രീയക്കാരെ ചെയ്യാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും മറ്റുള്ള പാർട്ടികളെക്കാൾ കൂടുതൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും എന്നത്തെയും ഒരു നിലപാട്. നമ്മുടെ മോദിജി ആണെങ്കിൽ मेरा देशवासियों, हमारा देश, हमारा मंदिर सभी क्षेत्रों में स्वच्छ भारत करना. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2 പാർട്ടിയും ചെയ്ത സ്ഥിതിക്ക് വേറൊരു പാർട്ടിക്കാരനെയും കൂടി ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ മുതിർന്ന ഒരു നേതാവ് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖരായ നേതാക്കൾ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ എല്ലാം സമത്വവും സാഹോദര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നന്ദി. അതെ, ഈ 15 മിനിറ്റ് കൊണ്ട് എത്ര 202 കലാകാരന്മാരെ അവതരിപ്പിച്ച് ശബ്ദം അനുകരിച്ച് 15 മിനിറ്റ് കൊണ്ട് എത്ര വോട്ടർമാരെ കാണാൻ പറ്റും? ഞാൻ മിനിറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ഒരു വോട്ടറുടെ അടുത്ത് ഇനിയിപ്പോൾ 15 മിനിറ്റ് അല്ല 15 മണിക്കൂർ ചിലവഴിക്കേണ്ടി വന്നാലും ചിലവഴിക്കുക എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ പ്രചാരണം തുടരട്ടെ, അങ്ങനെ തന്നെ നീങ്ങട്ടെ. തൻ്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് സദസ്സിനെ അനായാസേന കയ്യിലെടുക്കുന്ന കലാഭവൻ സതീഷിന് ഒരുപക്ഷെ ഇനി താണ്ടാനുള്ളത് ചെറിയ കടമ്പയല്ല. എന്നിരുന്നാലും പ്രചാരണം പൊടി പൊടിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ ഷാൽവിൻ ഷൊർണൂരിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.